ഇത് പുതുതായിട്ട് തേക്ക് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് തേക്ക് പ്ലാന്റേഷൻ്റെ ഒരു പുതിയ കൺസെപ്റ്റാണ്. പക്ഷേ ഇതിനകത്ത് വന്ന ഒരുപാട് പോരായ്മകളുണ്ട് ഇവർക്ക് വന്നത്. അത് എന്തോ ഇവർക്ക് ആ ഗ്രാഹ്യക്കുറവ് കൊണ്ടാണ്. ഒന്ന് കണ്ട് അവിടെ പാസേജ് കൊടുത്തേക്കുന്നുണ്ടോ, മിനിമം ആ ഒരു അകലമെങ്കിലും വേണം. ഇത് 2 മീറ്റർ അകലത്തിലാണ് കൊടുത്തത്. 2 മീറ്റർ അകലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴ മുറിക്കാനായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്നൊക്കെ ഒത്തിരി കഴ മുറിച്ച് മാറിയാണ്. അപ്പോൾ കഴ മുറിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് നഷ്ടക്കച്ചവടമാണ്. രണ്ടാമത് ഈ തേക്കിൻ്റെ ഒന്നും കമ്പ് ഇങ്ങനെ കോതി നിർത്താൻ പാടില്ല. കമ്പ് കോതി നിർത്തിയാൽ അതിൻ്റെ തായ്തടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ തടിക്ക് കേട് വരുന്ന രീതിയിലാണ് ഈ മൊത്തം കോതിയേക്കുന്നത്. അതൊക്കെ ഇതിൻ്റെ പോരായ്മയാണ്. പിന്നെ തേക്ക് കൃഷി ചെയ്യുന്നിടത്ത് യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ ലാൻഡിൽ നോക്കിയാൽ അറിയാം, മൊത്തം വെള്ളം ഇവിടെ കണ്ടമാണ്. ഈ കണ്ടത്തിൽ തേക്ക് വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാലത്തെ കുഴപ്പം ഈ തായ്വേരെന്ന് പറയുന്നത് തായ്തടിയുടെ വേര് പോകുന്നതിനെയാണ് തായ്വേരെന്ന് പറയുന്നത്. അത് നേരെ ഭൂമിക്കടിയിലോട്ടാണ് പോകേണ്ടത്. ആ തായ്വേര് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ആ ഈർപ്പത്തിനകത്ത് ചെന്ന് കേടായി പോകും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇത് ചെയ്തതിനകത്ത് പോരായ്മയുണ്ട്. സ്വന്തമായിട്ട് ഭൂമിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ട് തേക്ക് പ്ലാന്റേഷൻ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു മുൻകാല എക്സ്പീരിയൻസ്, എൻ്റെ കയ്യിൽ ഏകദേശം 90, 100 ഏകദേശം 38 വർഷം പഴക്കമുള്ള തേക്ക് പ്ലാന്റേഷൻ എനിക്ക് ഓൾറെഡി ഉണ്ട്. അതിനകത്ത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തടികളാണ് നിൽക്കുന്നത്. വരുന്നവനെല്ലാം ഇതെങ്ങനെയും കളിപ്പിച്ച് കിട്ടി മേടിച്ചുകൊണ്ട് പോകണമെന്ന് കണ്ട് വരുന്നവരാണ്. ഞാനിപ്പം ചിലപ്പം എന്നെ ശപിക്കാറുണ്ട്, അന്ന് ആ തേക്ക് പ്ലാന്റേഷൻ ചെയ്യാൻ തോന്നിയ കാലത്തെ ഓർത്തിട്ട്. തടി എൻ്റെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. ഇപ്പം വെട്ടാനാണെങ്കിൽ ഒരു 300 തടി ഇപ്പോൾ വെട്ടാം. കണക്ക് കൂട്ടുകയാണെങ്കിൽ കോടികളുടെ കണക്കും കൂട്ടാം. പക്ഷേങ്കിൽ അത് വാങ്ങാൻ ആവശ്യക്കാരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വരുന്നവർ ചൂട് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത്. എന്നിരുന്നാലും സ്വന്തമായി ഭൂമിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു രീതിയാണ് തേക്ക് പ്ലാന്റേഷൻ.